വിജേഷ് എന്തു പറയുന്നു? ഇതിന്റെ പ്രധാന ഇഷ്യൂ എന്ന് പറഞ്ഞാല് ഭക്തജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നാണ് ദേവസ്വത്തിന്റെ ഭാഷ്യം. അതിനി തിരുത്തേണ്ടി വരും. നമ്മള് അത് തിരുത്തേണ്ട വിഷയമല്ല. അത് ഒരു പ്രധാന വിഷയമാണെങ്കിലും ഇവരുടെ ഇത് അവരുടെ കഴിവുകേട് അവർ തുറന്നു പറയാണ്. ഭക്തജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കില്ല എന്നുള്ളത്. കാരണം ഗുരുവായൂരത്തെ തിരക്ക് ഈ അടുത്ത ദിവസങ്ങളിലോ കാലങ്ങളിലോ ഉണ്ടായിട്ടുള്ളതല്ല. വളരെ വർഷങ്ങളായിട്ട് ഈ വിശേഷ ഇത്തരം വിശേഷ ദിവസങ്ങളിൽ തിരക്കുണ്ടാവാറുണ്ട്. ഇപ്പൊ നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഞാൻ തന്നെ വിവരാവകാശം വെച്ചിട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് ഒരു മാസ്റ്റർ പ്ലാൻ, ഭക്തന്മാർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാൻ മാസ്റ്റർ പ്ലാൻ ഉണ്ടോന്ന് ചോദിച്ച സമയത്ത് 4 പ്രാവശ്യം ഞാൻ ഈ ചോദ്യം 4 വർഷങ്ങളായിട്ട് ഇടവേളയിൽ ചോദിച്ചു. ഈ 4 പ്രാവശ്യം അവര് പറഞ്ഞ ഉത്തരം എന്ന് വെച്ചാല് നിലവിൽ മാസ്റ്റർ പ്ലാൻ ഇല്ലാന്നും അത് വ്യത്യസ്തങ്ങളായ 4 ഏജൻസിക്ക് 4 പ്രാവശ്യം കൊടുത്തതായിട്ട് അവരെനിക്ക് വിവരാവകാശ പ്രകാരം രേഖയാണ്. എന്ന് വെച്ചാല് ദേവസ്വം ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഭരിക്കുന്ന ബോർഡിന്റെ താല്പര്യത്തിനനുസരിച്ച് ഗുരുവായൂരിൽ പല പ്രൊജക്ടുകളും നടപ്പാക്കണം. ഇതൊന്നും ഭക്തർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ്. അവരുടെ ഇപ്പൊ ഈ പൂജാ വിവാദത്തിന്റെ ഇടയിൽ കോടികൾ ചെലവഴിച്ച് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാറ് കൊടുത്ത നിർമ്മിതികൾ നടക്കുകയാണ് ഇതിന്റെ ഇടയിൽ. അപ്പൊ ഇത് ഒക്കെ ഗൗരവത്തില് ഹിന്ദു സമൂഹം മനസ്സിലാക്കേണ്ടത് പരിശോധിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട കോടതി ഇതിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോടതിക്ക് കത്തയക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാല്, ഏറ്റവും നിസ്സാരമായിട്ട് ഒരു ഉദാഹരണം പറയാം. ഈ തിരക്ക് അനുഭവപ്പെടുന്ന ഇന്ന് വന്ന ഭക്തന്മാര് അധികം നല്ല വെയിലത്ത് റോട്ടിലെ ഇന്നർ റിംഗ് റോഡിന് ചുറ്റും നിൽക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഇത്ര വർഷങ്ങളായിട്ട് ഉള്ള ആവശ്യമാണ് ഗുരുവായൂർ ഒരു നല്ല ക്യൂ കോംപ്ലക്സ് ഉണ്ടാക്കണം, ഭക്തന്മാർക്ക് ഇരുന്ന് ക്യൂ അനുസരിച്ച് ഇരുന്ന് പോകാനും അതുപോലെ വെള്ളം കുടിക്കാനും ലഘുഭക്ഷണം കിട്ടാവുന്ന വിശ്രമം കിട്ടാവുന്ന തരത്തില് സൗകര്യത്തില് ക്യൂ കോംപ്ലക്സ് ഉണ്ടാക്കണമെന്ന് വർഷങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു. പക്ഷെ നാളിതുവരെ ഇത് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ദേവസ്വം ഒരു ബോർഡിനും സാധിച്ചിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കലൊക്കെ നടത്തിയിട്ട് വലിയ വലിയ തരത്തിൽ പ്രസ്താവന നടത്തി. ഉമ്മൻചാണ്ടി വന്ന് ഫീസിബിൾ അല്ലാത്ത ഒരു കെട്ടിടത്തിന് തറക്കല്ലിട്ടു. ഇതൊക്കെ ശേഷം ഒരു 30-40 വർഷത്തിന് അടുത്ത് പഴക്കമുള്ള പാഞ്ചജന്യം കെട്ടിടം 15 കോടി രൂപയ്ക്കാണ് റിനോവേറ്റ് ചെയ്തത്. 15 കോടി രൂപയ്ക്ക്. ഈ 15 കോടി ഉണ്ടായിരുന്നെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അടുത്ത് ഒരു ക്യൂ കോംപ്ലക്സ് ഭക്തർക്ക് സൗകര്യപ്രദമായിട്ട് ധാരാളം സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അവിടെ പണിയായിരുന്നു. അപ്പൊ അവർക്ക് ആ ഭക്തന്മാർക്ക് വരുന്ന സമയത്ത് അവർക്ക് സ്ലോട്ട് അനുസരിച്ച് ക്ഷേത്രത്തിലേക്ക് ദർശനം അനുവദിക്കാം. ഈ 1000 രൂപയുടെ ദർശനത്തിന്റെ ടിക്കറ്റ് നാളെ നോക്കിക്കോളൂ, വാർത്ത വരുന്ന സമയത്ത് റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിലെ പ്രധാന പൂജ മാറ്റിയിട്ട് വിപ്ലവം സൃഷ്ടിക്കുന്നത്. ഇതിൽ മാറേണ്ടത് ദേവസ്വം ഭരിക്കാൻ വരുന്ന അധികൃതരുടെ മനോഭാവമാണ്. ഈ ദേവസ്വം അധികൃതര് ഈ നിലപാട് തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ വിജേഷ്, എന്തായാലും ഗുരുവായൂർ ക്ഷേത്രത്തെ നശിപ്പിക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ എന്തായാലും ഞങ്ങൾ സജീവമായിട്ട് ഇടപെടും എന്ന ഉറപ്പ് തരികയാണ്. സമയപരിമിതി കൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്. ആചാരഭംഗത്തിലെ അതൃപ്തി സുപ്രീം കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൂജ റദ്ദാക്കിയത് ഭക്തരുടെ അസൗകര്യം കണക്കിലെടുത്താണെന്ന ദേവസ്വത്തിൻ്റെ വാദം സതുദ്ദേശപരമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ആരാധനാമൂർത്തിയുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല എന്ന കോടതിയുടെ നിരീക്ഷണമാണ് ഇവിടെ ശ്രദ്ധേയം. അത് മനസ്സിലാക്കാൻ തന്ത്രി ചെന്നാസ് നമ്പൂതിരിപ്പാടിന് ആയില്ലല്ലോ എന്നതാണ് ഖേദകരം. ഗുരുവായൂരപ്പനെയും ഭക്തലക്ഷങ്ങളെയും വേദനിപ്പിച്ചതുകൊണ്ടായിരിക്കാം തന്ത്രിക്ക് ഈ സവിശേഷ ദിനത്തിൽ ക്ഷേത്രത്തിനകത്ത് കയറാൻ സാധിക്കാതിരുന്നത്.